എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കഴിഞ്ഞ 9 ദിവസമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ള മാരത്തോൺ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പല പല പേരുകൾ അതിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. ചിലവർ KCയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ചിലവർ VDയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ചിലവർ RCയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇങ്ങനെ പല പേരുകൾ വരുന്നുണ്ട്. ചില ആൾക്കാർ പറയണു പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാം, അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രി എന്നുള്ള സ്വപ്നം പൂവണിയും ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ബൈ ഇലക്ഷൻ നടത്തണം, MLA ആയിട്ട് മത്സരിക്കണം, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അതൊന്നും വേണ്ട. ഏറ്റവും നല്ല കാര്യം തന്നെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 63 കോൺഗ്രസുകാരിൽ ഒരാള് എന്തുകൊണ്ടും അതിന് യോഗ്യനാണ്. വേറെ ആരുമല്ല, പാലക്കാട്ടെ MLA രമേശ് പിഷാരടി. കാരണം RCയുടെ ആയാലും ശരി, KCയുടെ ആയാലും ശരി, BDയുടെ ആയാലും ശരി, ആരുടെ ആയാലും ശരി, അവരുടെ എല്ലാം സൗണ്ട് എടുത്ത് പത്രസമ്മേളനം നടത്താനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് പാലക്കാട്ടെ MLA രമേശ് പിഷാരടി. അപ്പോൾ ഈ 3 നേതാക്കന്മാരുടെ അണികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. തങ്ങളുടെ നേതാക്കന്മാരുടെ എല്ലാം സൗണ്ടിൽ പത്രസമ്മേളനം നടത്തേണ്ടത് രമേശ് പിഷാരടി. അപ്പോൾ 3 നേതാക്കന്മാരുടെ അണികൾക്ക് സംതൃപ്തിയാവുകയും ചെയ്യും. ഈ 63 MLAമാരിൽ നിന്ന് തന്നെ ഒരാൾ മുഖ്യമന്ത്രിയായി എന്ന് അഭിമാനത്തോടെ കോൺഗ്രസുകാർക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ പാലക്കാട്ടെ MLA രമേശ് പിഷാരടിയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്നും ഏറ്റവും യോഗ്യനായ വ്യക്തി.